നമസ്കാരം. അഫാന്റെയും അമ്മ ഷെമിയുടെയും കടങ്ങളുടെ കണക്ക് പുസ്തകവും പോലീസിന്. അന്വേഷണ സംഘം അഫാന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് സാമ്പത്തിക ബാധ്യതകളുടെ കണക്കുകൾ രേഖപ്പെടുത്തിയ പുസ്തകം കണ്ടെത്തിയത്. ഒരാളിൽ നിന്ന് വാങ്ങിയ കടം മടക്കി നൽകാനായി മറ്റു പലരിൽ നിന്നും അഫാന്റെ കുടുംബം കടം വാങ്ങി. അങ്ങനെ നിരവധി പേരിൽ നിന്ന് വാങ്ങിയ തുക മടക്കി നൽകാനാകാതെ കുടുംബത്തിന്റെ കടബാധ്യത പെരുകുകയായിരുന്നു. ക്യാൻസർ രോഗബാധിതയായ ഉമ്മ ഷെമിയുടെ ചികിത്സയ്ക്കും ഈ പണം ചെലവാക്കി. ഇതിനൊപ്പം സൗദിയിലുള്ള അച്ഛനും ഈ തുക അഫാൻ അയച്ചു. സൗദിയിൽ വിസിറ്റിംഗ് വിസയിൽ പോയപ്പോൾ കാറ്ററിംഗുകാരുടെ കൂടെയും അഫാൻ ജോലി ചെയ്തിരുന്നു. അച്ഛന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഉമ്മയുടെ രോഗവും അഫാനെ വലച്ചിരുന്നു. അഫാന്റെ രക്തപരിശോധനയിൽ ലഹരിയുടെ അംശമൊന്നും കണ്ടെത്തിയതുമില്ല. ഫർസാനയുടെ മാലയും അഫാൻ പണയം വെച്ചിരുന്നു. വീട്ടുകാർ തിരിച്ചറിയാതിരിക്കാൻ പകരം മുക്കുപണ്ടവും നൽകി. പണയം വെച്ച മാല തിരികെ എടുത്തു തരാൻ ഫർസാന പിന്നീട് ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. മുൻപ് പണത്തിന് ആവശ്യം വന്നപ്പോൾ വാഹനങ്ങൾ പണയപ്പെടുത്തി അഫാൻ പണം കണ്ടെത്തിയെന്നും പിന്നീട് അവ വിറ്റെന്നും ബന്ധുക്കൾ പറഞ്ഞു. വീട്ടിലുണ്ടായിരുന്ന കാർ 2.5 ലക്ഷം രൂപയ്ക്ക് അഫാൻ പണയപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇത് 4 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും സൗദിയിലുള്ള പിതാവിന് പണം അയച്ചു കൊടുക്കുകയും ചെയ്തു. അഫാൻ പോലീസിന് നൽകിയ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. അമ്മൂമ്മ സൽമ ബീവിയോട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ നിൽക്കാതെ കണ്ടയുടൻ തലക്കടിച്ചെന്നാണ് പ്രതിയുടെ മൊഴി. നിരന്തരം കുറ്റപ്പെടുത്തി സംസാരിച്ചതാണ് അമ്മൂമ്മയോടുള്ള പ്രതികാരത്തിന് കാരണം. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഉമ്മയാണെന്ന് അമ്മൂമ്മ എപ്പോഴും കുറ്റപ്പെടുത്തിയിരുന്നു. ഇതേ ചൊല്ലി അമ്മൂമ്മയുമായി സ്ഥിരം വഴക്കിട്ടിരുന്നതായും അഫാൻ മൊഴി നൽകി. അഫാന്റെ അറസ്റ്റിന് മുമ്പ് നടന്ന ചോദ്യം ചെയ്യലിൽ പാങ്ങോട് സിഐയോടാണ് വെളിപ്പെടുത്തൽ. കൊല്ലണമെന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് പാങ്ങോട് സൽമ ബീവിയുടെ വീട്ടിലെത്തിയത്. ഉമ്മയെ കുറ്റപ്പെടുത്തുന്നത് തനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതേ ചൊല്ലി അമ്മൂമ്മയുമായി സ്ഥിരം വഴക്കിട്ടിരുന്നു. രാവിലെ ഉമ്മയെ ആക്രമിച്ച ശേഷം നേരെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയത് ഇതുകൊണ്ടാണ്. ഉമ്മ മരിച്ചു എന്നാണ് കരുതിയത്. അമ്മൂമ്മയുടെ വീട്ടിൽ എത്തിയ ഉടനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. അമ്മൂമ്മയുമായി സംസാരിക്കാൻ നിന്നില്ല. തുടർന്ന് 1.5 പവന്റെ മാല എടുത്ത് തിരികെ പോന്നു. ഈ മാല പണയം വെച്ച് 74,000 രൂപ വാങ്ങി. 40,000 രൂപ കടം വീട്ടിയ ശേഷം നേരെ ബാപ്പയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ് പോയത്. അമ്മൂമ്മയുടെ വീട്ടിൽ അഫാൻ ചെലവഴിച്ചത് 9 മിനിറ്റ് മാത്രമാണ് അഫാന്റെ മൊഴിയിൽ പറയുന്നു. അഫാന്റെ അറസ്റ്റ് പാങ്ങോട് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പാങ്ങോട് വെച്ച് പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. വ്യാഴാഴ്ച രാത്രി മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി അഫാനെ റിമാൻഡ് ചെയ്തു. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി 2 മജിസ്ട്രേറ്റ് അക്ഷയയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി റിമാൻഡ് നടപടി സ്വീകരിച്ചത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. ആശുപത്രിയിൽ നിന്ന് വിടുതൽ കിട്ടുന്ന മുറയ്ക്ക് ജയിലിലേക്ക് മാറ്റും. വിഷം കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാന്റെ അറസ്റ്റ് ഇവിടെ വെച്ചാണ് രേഖപ്പെടുത്തിയത്. അനുജന്റെ പഠന ആവശ്യത്തിനും മാതാവിന്റെ ചികിത്സയ്ക്കും പണം ചോദിച്ചിട്ട് നൽകാത്തതിലാണ് സൽമ ബീവിയോട് പകയുണ്ടായതെന്നും അഫാന്റെ മൊഴിയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാകാത്തതാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് അഫാൻ ആവർത്തിച്ചു. ബാക്കി കേസുകൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളിലെ അറസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. 2 ദിവസം കൂടി അഫാൻ ആശുപത്രിയിൽ നിരീക്ഷണം വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. റിമാൻഡിന് ശേഷം അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യണം. ആശുപത്രിയിൽ വെച്ചുള്ള പ്രാഥമിക മൊഴി മാത്രമാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി വ്യാഴാഴ്ച രേഖപ്പെടുത്താനായില്ല. ഷെമിയുടെ ചികിത്സയിലുള്ള വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെത്തി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. നില തൃപ്തികരമാണെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കടം നൽകിയിരുന്നവർ പണം തിരികെ ആവശ്യപ്പെട്ട് കുടുംബത്തെ സമീപിച്ചിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇത്തരം സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അഫാന്റെയും ഷെമിയുടെയും മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധന ഫലം ലഭിച്ചാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയും. കടം നൽകിയിരുന്നവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി വരികയാണ്. കടം കൊടുത്ത പണം തിരികെ ചോദിച്ച ആരെങ്കിലും വെഞ്ഞാറമൂട് കൂട്ടക്കൊല നടന്ന ദിവസം പ്രതി അഫാനെ സമ്മർദ്ദത്തിലാക്കിയോ എന്ന് അന്വേഷിക്കുന്നതായി തിരുവനന്തപുരം റൂറൽ SP K. സുദർശനൻ അറിയിച്ചു. കടം കൊടുത്തവർ പണം തിരികെ ചോദിച്ച് സ്ഥിരമായി കുടുംബത്തെ ശല്യപ്പെടുത്തിയിരുന്നു. എന്നാൽ കൊലപാതകം നടത്തിയ ദിവസം അഫാനെ പെട്ടെന്ന് പ്രകോപിതനാക്കുന്ന തരത്തിൽ ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഫർസാനെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് അഫാനും ഫർസാനും തമ്മിലുള്ള ഫോൺ സന്ദേശവും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അഫാന്റെ നിർദ്ദേശത്തെ തുടർന്ന് വെഞ്ഞാറമൂട് മുക്കന്നൂരിലെ വീട്ടിൽ നിന്ന് വെഞ്ഞാറമൂട് ടൗണിലേക്ക് പോകാതെ ഇടവഴിയിലൂടെ ഫർസാന കാവറയിലേക്ക് നടന്നു വരുന്നതും തൊട്ടു പിന്നാലെ അഫാൻ ബൈക്കിലെത്തി പെരുമലയിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് ദൃശ്യങ്ങൾ. മുക്കന്നൂരിലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ഫർസാന ഇടവഴിയിലൂടെ നടക്കുന്നതിനിടയിൽ അഫാൻ ഫോൺ ചെയ്ത് എവിടെയാണ് ഉള്ളതെന്ന് തിരക്കി. വർക്ക്ഷോപ്പിനടുത്തുള്ളതായി ഫർസാന മറുപടി നൽകി. തുടർന്നാണ് ഫർസാന നടന്നു നീങ്ങിയ ഇടവഴിയിലൂടെ അഫാൻ ബൈക്കിലെത്തി കൂട്ടിക്കൊണ്ടുപോകുന്നത്.